ഇതാ മാന് ഇതാ എൻ്റെ നോക്കുതാ ഇതാ മറ്റേ സാധനം നല്ല ആഴുണ്ട് Assalamu alaikum everyone. Once again, welcome back to our YouTube channel ZR Mallu Explorer. So ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് ലൈക്ക് ഒബ്വിയസ്ലി ആഫ്റ്റർ ലോങ് ടൈം എൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. സോ എവ്രി വൺ മൈറ്റ് ബി ആസ്കിങ് എന്തു പറ്റി ലൈവിലും കാണുന്നില്ല വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നില്ല. ദാറ്റ്സ് വൈ ഐ എം സോ സോറി ഗൈസ് ഫോർ ദ ലേറ്റ് അപ്ഡേറ്റ്. I was sick little bit. Now I am back to the track and we are planning to go to Fujairah mangrove forest. So this scenery you can see it's on the way. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഇറ്റ്സ് റിയലി വെരി നൈസ്. സെയിം ടൈപ്പിലുള്ള ബിൽഡിംഗ് കാണാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ റൈറ്റ് സൈഡ്. ഇറ്റ്സ് ഒബ്വിയസ്ലി വെരി വെരി നൈസ്. ജുബി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ മാൻഗ്രൂവ് ഫോറസ്റ്റ് വിത്ത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് അഡ്വെഞ്ചറസ്. യു ക്യാൻ സീ it's full of natural resources. I will show you everything inside the video. എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ സീ. ഇറ്റ്സ് വെരി നൈസ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് വെതർ ഭയങ്കര ഹോട്ടാണ്. ഈ ഹോട്ട് സീസണിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വി നീഡ് ടു കം ഡ്യൂറിങ് വിൻ്റർ സീസൺ. ബട്ട് what to do guys, we are free at this time. Actually ഞങ്ങൾ പ്ലാനിങ് ഒരുപാട് ലൈക്ക് ഓൾമോസ്റ്റ് 2-3 years മുമ്പാണ് ഈ പ്ലാനിങ് ചെയ്തത്. നല്ല ആഴുണ്ട് നീ വരുന്ന ഞാൻ മൈക്ക് എടുത്തിട്ട് എന്താ മൈക്ക് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബൂഗിയിൽ ട്രാവൽ ചെയ്തു. ലൈക്ക് ഓൾമോസ്റ്റ് 2-3 minutes മാത്രമേ ട്രാവൽ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുള്ള് നടക്കാനാണ്. നടന്നത് ഒരുപാട് ചൂടാണ്. കാരണം അറിയാലോ സമ്മർ സീസൺ ആയതുകൊണ്ട് ഇറ്റ്സ് റിയലി വെരി ഹോട്ട്. ബട്ട് ഐ വിൽ ഷോ യു എവറിത്തിങ് ഇൻസൈഡ്. ഇവിടെ എന്താ പറയുക ലൈക്ക് എൻ്റെ സൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ സിക്നെസ് ഓൾ ദ തിങ്സ്. സമ്മർ സീസൺ ആണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്ക് പനി പിടിച്ചു. മേ ബി ലൈക്ക് ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയതും പിന്നെ വർക്ക് ചെയ്യുന്ന അവിടെ എ സിയും പിന്നെ റൂമിൽ എ സിയും പുറത്ത് ചൂടും, അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നതുകൊണ്ടാണ് പനി വന്നത്. അങ്ങനെ ഇവിടെ ഓരോന്ന് ലൈക്ക് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുള്ള റിസോഴ്സസ് ആണ്. ലൈക്ക് ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് വിച്ച് യു ക്യാൻ ഫൈൻഡ് ഇൻസൈഡ് ദ മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇവിടെ ഒരുപാട് ലൈക്ക് ആക്ച്വലി ഐ ഡോണ്ട് നോ മോസ്റ്റ് ഓഫ് ദ തിങ്സ്, ബട്ട് എന്തൊക്കെ കാണാൻ പറ്റുന്ന അതൊക്കെ ഞാൻ വീഡിയോസിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ആൻഡ് എൻജോയ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കല്ലേ ഗൈസ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, so you can see lots of species here, the tiny fish, all the things you can see here. വെള്ളം കാണുമ്പോൾ ഒരുപാട് കൊതിയാകുന്നുണ്ട്. ബിക്കോസ് ചൂടും ഈ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ കാണുമ്പോൾ ഒരുപാട് ലൈക്ക് ഐ ഫീൽ ഇറ്റ്സ് ലൈക്ക് ഐ നീഡ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് വാട്ടർ. സോ യു ക്യാൻ സീ ലോട്ട്സ് ഓഫ് ഫിഷ് ടുഗെദർ, ഒരുപാട് ഫിഷ് ടുഗെദർ. പിന്നെ ഇത് ലൈക്ക് ലൈക്ക് ജോഗ്രഫിക്കലി we can learn lots of things here. ഇവിടുത്തെ സ്പീഷീസും ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസും ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ സീ ദ ക്രാബ്. ഈ ക്രാബ് ഈ മാൻഗ്രൂവ് ഫോറസ്റ്റിൽ കാണാൻ പറ്റുന്ന ക്രാബാണ്. ഈ ഒരു ഏരിയ, ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഉള്ള ഓരോ സ്പീഷീസാണ് ഇവിടെ നമ്മൾ ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, so you can see prawns, small fish, different types of fish and different colorful fish also you can see later in my video. All the things you can find out in this mangrove forest. da idendu nokala
ഇവിടെ ഞാൻ എന്ത് കണ്ടത്? വൗ, ഇട്ടി. കിട്ടിയ ലോത് അവിടെ അതിന്റെ അടിയിൽ സൂം ആക്കല. ബാ അങ്ങോട്ട് പോ. അതിന്റെ ഇടയിൽ ഞാൻ സൂം ആക്കണം. സൂം ആക്കി ബാ. ഇവിടെ ഇങ്ങ് വന്നാ അതാരാണ്? എന്താ പല്ലൊക്കെ റിച്ചോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ നാട്ടിൽ കാണുന്ന പല്ലിയില്ലേ, പല്ലി, അതാണ് ഈ സംഭവം. ഇതിൻ്റെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൈസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ്, ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈ, സ്കോർപ്പിയോ, പിന്നെ ഓരോ തരത്തിലുള്ള ഫ്ലൈസും. അതുമാത്രമല്ല അവിടെ മാഗ്നിഫിക്കേഷൻ ലൈക്ക് മാഗ്നിഫൈങ് ഗ്ലാസും കൂടി ഉണ്ട്, ലെൻസ്. യു ക്യാൻ ജസ്റ്റ് ഒബ്സർവ് ത്രൂ ദാറ്റ് ഓൾസോ. അപ്പോൾ അതിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സൂമായിട്ട് ക്ലാരിറ്റി ആയിട്ട് ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മളെ ഈ കോർകൽബ മാൻഗ്രോവ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഡൈവേഴ്സിറ്റി. ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് യു ക്യാൻ സീ ഇൻ ദിസ് മാൻഗ്രോവ് ഫോറസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണപ്പെടുന്ന എല്ലാ സംഭവങ്ങളും ഈ ഫോറസ്റ്റിലുള്ളതാണ്. ഇവിടെ ഷെൽസ് കാണപ്പെടും. യു ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെൽസ് ഹിയർ അലോങ് വിത്ത് ദ ലെൻസ്. ഈ ലെൻസ് വെച്ചിട്ട് നമുക്ക് നേരെ സൂം ചെയ്തിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, സീ ദിസ് ഈസ് ദ ലെൻസ്. From this lens you can see it properly. All the explanations, all the things which everything is mentioned here. This is mentioned about like biodegradable things, which is very important us to learn. Pollutions ഉണ്ടാക്കുന്ന main reason ആണ് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ which is not ready to decompose. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് വേസ്റ്റ്. സോ ഇപ്പോൾ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് ഓൺ. സോ ലൈക്ക് എനിക്കിത് ഓൾമോസ്റ്റ് സർപ്രൈസ് ആണ്, ബിക്കോസ് ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓരോ സ്ഥലം പോകുമ്പോഴേക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. സോ ഇവിടെ ഞാൻ ഒരുപാട് ഫിഷസ് കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ വേറെ സ്ഥലത്ത് പോയിട്ടാകുമ്പോഴേക്കും കണ്ടിട്ടുണ്ട്, പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് എനിക്ക് കാണപ്പെടുന്നത്. ഓക്കെ, സോ നൗ യു ക്യാൻ സീ ദ ബിഗ് types of fish here which is very colorful. ഒരുപാട് fishes ഉണ്ട്. Like you can see fluorescent like types of fish here, colorful fish. All the fishes you can observe on my video. Okay, ഇത് വാ പവർ പരക്കണമെന്ന് കഴിക്കാൻ ഞാൻ തറണ്ടി ആട്ടല്ല, ഇത് തറണ്ടി അല്ല തറണ്ടി പറഞ്ഞു. ഞാൻ കൂട്ടീനെ പേരറിയില്ല ഫിഷിന്റെ. ചോറിനിട്ട് നാല് വര അങ്ങനെ ഇവിടെ ഒക്കെ ഒന്ന് ഇവനില്ലേ ബ്ലൂ ലൈൻ ലൈറ്റിലെ ഓതവിടെ ഒന്ന് എടുത്തോ. അല്ലല്ല ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. സൂം ആക്കുന്ന അതിന്റെ പിന്നൊന്ന് അതെത്ര വലുത് നോക്കുക. അതിന്റെ ഇത് നോക്ക് വാള് അതോ കടക്കാൻ പറ്റില്ലയോ ലോക്കായി. സോ
സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കാണിക്കുന്ന ഫിഷസും കാര്യങ്ങളൊക്കെ. വലിയ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക്. പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഐ എം എ വെരി നാച്ചുറൽ പേഴ്സൺ. ലൈക്ക് ഐ ലവ് ടു വിസിറ്റ് നാച്ചുറൽ പ്ലേസസ്. എനിക്ക് ലൈക്ക് മോർ ദാൻ വിസിറ്റിംഗ് സം അതർ ബിൽഡിങ്സ്, എനിക്ക് like I love to visit beaches, water places, like whatever the natural resources, I love to visit all those things. So I hope you all will like. പിന്നെ ഇത് എന്താണ് എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. പക്ഷേ ഈ മുള്ളു പോലത്തത് ഞാൻ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിക്കുന്ന സാധനമെന്ന് എനിക്കറിയും, പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് പോലും എനിക്കറിയില്ല. പക്ഷേ ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു എന്താ പറയുക, ഒരു വോംസിനെ പോലെയാണ് ഉള്ളത്. സോ ഇതിൻ്റെ പേര് അറിയുന്ന ആൾക്കാർ ഇവിടെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബട്ട് ഐ ഡോണ്ട് നോ ദ നെയിം. അവിടെ പേരുണ്ട്, പക്ഷേ പേര് മറ്റേ ആ മുള്ളിൻ്റെ സാധനത്തിൻ്റെ പേരാണ് ഞാൻ അവിടെ കണ്ടത്. മറ്റേ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഷെൽസ് ഒക്കെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ ടൈപ്സിൻ്റെ ഷെൽസ് ആണ് ഇവിടെ. ഇത് ഫാൻ ഷെൽ, ഇത് ആമൻ്റെ. ഇത് ഫാൻ ഷെൽ മോളസ്ക്. എന്തിനോ ഷെൽ പേരറിയാത്ത കൊണ്ടറിയാം. ഇതെന്ത്, ഇതും അതല്ല, അതിൻ്റെ ഒരു ഇത് ക്രാബ്, മാൻഗ്രൂവ് ക്രാബ്. ഇത് ക്രാബ്. ഇത് സ്പേം വേൽ ടീത്ത്, സ്പേം വേൽ. ഇതെന്ത്, അർച്ചിന. മുള്ളിന്റെ ഉള്ളിലല്ലേ അർച്ചിന്റെ. ഇതെന്ത് സംഭവം? അല്ല, ഇതെന്ത് കളറിംഗ് വർക്ക്ഷോപ്പ്. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ വർക്ക്സ് ഉണ്ട്. ലൈക്ക് ക്രാഫ്റ്റ് വർക്ക്സ് ആണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഓക്കെ, നൗ യു ക്യാൻ സി ഹി ഈസ് പ്രിപ്പയറിംഗ് സംതിങ് ക്രാഫ്റ്റ് യൂസിങ് കളർ പെൻസിൽസ്, ഗ്ലൂ ആൻഡ് പോപ്സിക്കൽ. എടുത്തു turtle, green sea turtle having triple lunch capacity. എന്താ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? എന്തോ ഉണ്ട് അതിന്റെ ഉള്ളില്. അതെടാ എന്റെ വീഡിയോ നോക്ക്. ആമ ഉണ്ട്. എല്ലാ ആമ തന്നെ. So you can see this is a pond with big turtle inside the pond. So it was really very nice, mesmerizing to watch all the things which is like a natural resources to watch. സോ ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നുണ്ട്. എന്താണ് നെക്സ്റ്റ്, ലൈക്ക് ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോൾ ഓരോ വെറൈറ്റീസാണ് വരുന്നുള്ളത്. റൈറ്റ് നോ നമുക്ക് ഫിഷ് കണ്ട്, ഇപ്പോൾ ലൈക്ക് എന്താ പറയുക, ടേർട്ടിൽ കണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ കാഴ്ച കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വെതർ നല്ല ചൂട് വെതറാണ്, എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ വെരി എക്സൈറ്റഡ് ടു വാച്ച് ലൈക്ക് എന്തായിരിക്കും കോസ്റ്റൽ ബേർഡ്. ഇത് 2 ഡോറുണ്ടോ? കടൽക്കാക്ക. Do not hold the door open.
ഇതാണ് കടൽ കാക്ക. എടുത്തു കടൽ കാക്ക. ആ കടൽ കാക്ക അറിഞ്ഞിട്ട് എന്നെ നോക്കണ്ട. ഇത് കരിമ്പല്ലേ? ഇതൊന്ന് പിടിച്ചിട. പക്ഷെ അതല്ലല്ലോ. കൊല്ലൂല എന്റെ ബോട്ടിൽ കറ വീണത്. ആ ചീപ്പ് ഞാൻ തേടിക്കോണ ഏതാ കള്ളാന്റെ ചീപ്പ്. നല്ല താരാണ് എനിക്കുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം. അതിന്റെ പേര് വേഴാമ്പല. വേഴാമ്പല് വാദത്തിലുള്ളത്. അത് കൊക്കല്ലേ? അത് കൊത്തിക്കൊണ്ടോണല്ലേ? അല്ല ഇത് വൈറ്റ്. ഇതെന്ത് കൊച്ച. ഇത് ഫ്ലമിംഗോ അല്ല. ഫ്ലമിംഗോ എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം. പക്ഷെ ഇത് കാല് നോക്ക് കുത്തിയിട്ട് നിക്കുന്ന ഒരു കാല് പൊന്തിച്ചിന്. അത് കൊക്ക്. ഫ്ലമിംഗോ ഇങ്ങനല്ലേ കൊക്ക്? അല്ല പക്ഷെ അതിന് കാലിന് ഇട്ടുണ്ടാവും. വിരല് നോക്കിയ താറാവിന്റെ വിരല് പോലെ ഉണ്ട്. എല്ലാം കൂടി സങ്കര പറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് ബ്രീഡിങ് ആക്കുമ്പോ എന്തായാലും പറന്നുകൊണ്ടിരിക്കണ അത് വെച്ചിട്ട്. അപ്പൊ അതിന്റെ മുകളിൽ അല്ല എന്റെ ഒരു പ്ലാനിങ്ങിലുണ്ട്. ക്യാമറമാൻ ഇതിടാ ഇതിനെ വായിക്കടാ. തിരിച്ചിട്ടും മറിച്ചിട്ടും വായിക്കാതാ. മാനുണ്ട്, ആ മാനുണ്ട്. ഇനി പോകുന്ന മാന്റെ സ്പോട്ട്. സഫാരി പാർക്ക് പൂട്ടിയോ? എന്താ മാന്റെ സ്പോട്ടിൽ ആ ഇത് മറ്റേ കുണ്ടക്കോഴി. കിങ്ഫിഷർ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഹലോ ഓതാടാ ഒന്ന് പറക്കൂ. ചെറിയത് കുളക്കോഴിയില്ലേ കുണ്ടക്കോഴി നിങ്ങള് വല വെച്ച് പിടിച്ച് കറിയാക്കും അല്ല? അതന്നെ കോൺ ക്രാക്ക്. ചൂണ്ടിടാൻ പാടില്ലെന്നുണ്ടല്ലേ? ആടക്ക് നല്ല ഇതെടുക്കണോ, റീൽസ് എടുക്കണോ? നല്ല ഇതുണ്ടോ? അതെ ഇവ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടോ? ആ ഏത് അതിനകത്ത് നിന്ന് കഴിഞ്ഞാല് കുറച്ചേരം വേണമെങ്കിൽ തണല് കൊണ്ടിട്ട് പോകും. എന്ത് നല്ല പ്ലേസ് അല്ലേ? രസമുണ്ടല്ലേ ഇവിടെ കുറച്ചേരം. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇവിടെ നോക്ക്. ആ തപ്പി പിടിക്കാം. കണ്ടൽക്കാട് ഇവിടെ ഞണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ട പോലെ. ഹലോ ഗൈസ്, കിട്ടിയാ? ഇതാ മാന്. ഇതാ എന്റെ നോക്കുതാ. ഇതെടാ മാന്. കുറച്ച് കാറ്റ് കിട്ടുന്നുണ്ട്. അതാ ആ മാനാണ് എല്ലാരും കണ്ടിരിക്കണത്. ഒരെണ്ണുള്ളൂ, ബാക്കിയൊക്കെ ഗ്രില്ല് പോയി. നല്ല കാറ്റുണ്ട്. മാനു ഇതെടാ മാന്, പുള്ളി മാന്. നമ്മളിവിടെ അല്ലല്ലേ കണ്ടത് വീഡിയോയിൽ.
എടുത്തോ എന്നെ എടുത്തോ. എടുക്കുന്നുണ്ട് അവിടെ കുറച്ച് കാറ്റുണ്ട്. എന്നെ എടുത്തോന്ന് പറയുമ്പോ നീ കിബില ഇല്ല എടുക്കില്ല. നിന്നെ എടുക്കുന്ന അപ്പൊ അത് ഉണ്ടാക്കണ്ട. എടുത്ത് ജുബി എന്ത് റൊമാൻറ്റിക് ആന്ന് പാട്ട് ആൽബം അഭിനയിക്കുന്ന. എല്ലായിടത്തും ആവശ്യം വരും. എനിക്ക് നല്ല പാട്ടിടാൻ. അങ്ങനെ നടന്ന് ഒരുപാട് ടയേർഡായി. പിന്നെ ചെറിയൊരു പാർക്കുണ്ട് ഇവിടെ, വലിയ പാർക്കൊന്നുമല്ല, ജസ്റ്റ് വെരി സ്മോൾ പാർക്ക്. അവിടെ പോയിട്ട് കുറച്ച് നേരം ഞങ്ങൾ റിലാക്സ് ചെയ്തു ഇരുന്നു, ടൈം സ്പെൻഡ് ചെയ്ത്. പിന്നെ ടൈം ഓൾമോസ്റ്റ് ആയി. ഇനിയിപ്പോൾ ലൈക്ക് വി ആർ റെഡി ടു ഗോ ബാക്ക്. സോ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ മറക്കല്ലേ ഗായ്സ്, വീണ്ടും പറയുന്നുണ്ട്, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.